لقد من الله على المؤمنين إذ بعث فيهم رسولا മുഅ്മിനീങ്ങളായ വിശ്വാസികളായ സമൂഹത്തിലേക്ക് ഈ പ്രവാചകന്റെ നിയോഗത്തിലൂടെ അല്ലാഹു തന്നിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നത് നമുക്കറിയാം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയേ, അങ്ങ് സർവ്വലോകങ്ങളുടെയും അനുഗ്രഹമാണ് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേദനിക്കുന്ന ആത്മാവുകൾക്ക് ശമനമേകാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിന്തകൾക്കാണ് സാധിക്കുക. കറപുരണ്ട ഹൃദയങ്ങളെ തെറ്റുകളുടെ കറകളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളാണ് ഏറ്റവും വലിയ മറുമരുന്ന്. നമ്മുടെ ഹൃദയത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാൻ, അല്ലാഹുവിന്റെ അരികിൽ മഹത്തായ സ്ഥാനം നേടിയെടുക്കാൻ ആ തിരുഹബീബിന്റെ മദ്ഹുകൾ, തിരുഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്ന മദ്ഹുകളാണ് ഏറ്റവും വലിയ ഒറ്റമൂലി. ആ മദീന എന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിളക്കുമാടം, ലോകത്തിന് ഹിദായത്തിന്റെ വെളിച്ചം പകർന്നു തന്ന ലോകത്തിന്റെ വിളക്കുമാടമായ മദീനയിലേക്ക് തിരിയലാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗം. മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ അന്തി ഉറങ്ങുന്നത്, ആ പവിത്രമായ മണ്ണിൽ ഒന്നണയാൻ, അവിടെയൊന്ന് ജീവിതം ചെലവഴിക്കാൻ ആഗ്രഹിക്കാത്ത ഏത് വിശ്വാസിയാണ് ലോകത്തുള്ളത്? ഈ ലോകത്ത്, ഈ ഭൂമിയിൽ എത്രയേറെ നഗരങ്ങളും നാടുകളുമുണ്ട്. സുന്ദരമായ നയന മനോഹരമായ കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന, മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന നല്ല കാലാവസ്ഥയുള്ള എത്രയെത്ര പ്രദേശങ്ങൾ ലോകത്തുണ്ട്. പക്ഷേ ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം, ആ നഗരങ്ങളിൽ നിന്നെല്ലാം, ആ നാടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മദീന എന്ന പേര് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ഒരു സമാധാനവും, എന്തെന്നില്ലാത്ത ആത്മീയമായ ഒരു അനുഭൂതിയും അനുഭവപ്പെടാനുള്ള കാരണം എന്താണ്? അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മണ്ണാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് ഹബീബിന്റെ മണ്ണാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്നത് എന്നതു മാത്രമാണ് മദീന എന്ന പുണ്യനഗരിയെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി മാറ്റിയത്. അന്ന് മിഅ്റാജിന്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ മക്കയിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് സിയാറത്തിന് വേണ്ടി കടന്നു പോകുമ്പോൾ വഴിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ഗ്രാമം ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം, ഈത്തപ്പനയോലകൾ ഇളകിയാടുന്ന കാർഷിക യോഗ്യമായ ഒരു സുന്ദരമായ നാട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് ഇവിടെ ഒന്നിറങ്ങണം, ഇവിടെ ഒന്ന് 2 റക്അത്ത് നമസ്കരിക്കണം. ഇത് അങ്ങേക്ക് ഹിജ്റ ചെയ്തു വരേണ്ട നാടാണ്, ഇത് അങ്ങയുടെ ശിഷ്ടകാലം ചെലവഴിക്കേണ്ട മണ്ണാണ്, ഇത് അങ്ങേക്ക് കിടന്നുറങ്ങേണ്ട ഭൂമിയാണ്, ഇത് ലോകത്തെ ഏറ്റവും പവിത്രമായ മണ്ണ് നിലകൊള്ളുന്ന മണ്ണാണ്, ആ ഭൂമിയാണ്, ആ പ്രദേശമാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയ നാടാണ് മദീന. മേരി ദീൻ और दुनिया मदीने में है, എന്റെ ദീനും ദുനിയാവും ഉള്ളത് മദീനയിലാണ്. ഐഹികമായ പാരത്രികമായ ജീവിതത്തിന്റെ വിജയമഖിലവും നിലകൊള്ളുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തത്തിൽ മാത്രമാണ്. ഹബീബ് ആരെക്കുറിച്ച് തൃപ്തിയടഞ്ഞോ അവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുകയുള്ളൂ എന്നതാണ് സത്യം. മഹാനായ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഈ ലോകത്ത് കഴിഞ്ഞു പോയ, ഇനി വരാനിരിക്കുന്ന അന്ത്യനാൾ വരെയുള്ള കോടാനക്കോടി വരുന്ന മനുഷ്യന്മാരും ജിന്നുകളും ജീവജാലങ്ങളും നിർജീവമായ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും, അചേതനമായ വസ്തുക്കൾ മുഴുവൻ, അല്ലാഹുവല്ലാത്ത സൃഷ്ടികളെല്ലാം
അവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങൾ അല്ലാഹു അവരിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുടെ വാതിൽ അല്ലാഹു തുറന്നു കൊടുത്തിട്ടുണ്ടോ, എന്തെല്ലാം ഗുണങ്ങൾ അല്ലാഹു അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടോ, അതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാതെ അവർക്ക് ലഭിച്ചിട്ടില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിക്കപ്പെട്ടത് ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണത്താലാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അകപ്പെട്ട മഹാപ്രയാസത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണത്താലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിച്ചെറിയപ്പെട്ട തീക്കുണ്ടാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷയായത് ഈ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. ഖുസ് മൗലിദിന്റെ വരികളിൽ നമ്മൾ പറയാറില്ലേ, وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار لهبها مخمدا. ആ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പ്രകാശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എറിയപ്പെട്ട തീക്കുണ്ടാരത്തോട് അല്ലാഹു പറഞ്ഞു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കലീമായത് ഈ മുത്തുനബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റൂഹായത് ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിന്റെ രാജാവായി തീർന്നത് ഈ ഹബീബിന്റെ ഔദാര്യത്തിൽ ഒന്ന് മാത്രമാണ്. ഇൻ കാന ഇബ്രാഹീമു ഉഅതിയ റുഷ്ദഹു തല്ലാഹി ദൽ مولود منه أرشد يا ربي صل على النبي محمد. منجل خلائق من جهنم في غدي أو كان يوسف إن كان يوسف أو كان يوسف أعطي رشده إن كان معجز يوسف بقميصه تالله ذا المولود منه أرشد يا ربي صل على النبي. ഈ മജ്ലിസിൽ നിന്ന് സ്വലാത്തുകൾ മദീനയിലേക്ക് ഇങ്ങനെ അഭംഗുരമായി പ്രവഹിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങകലെ മദീനയിൽ നിന്ന് ഈ മജ്ലിസ് കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സൗഭാഗ്യം ഈ ജീവിതത്തിൽ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മൾ പറയാറുണ്ടല്ലോ, മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക സ്നേഹം അല്ലേ? പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രവാചകനെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുക, അതാണല്ലോ അതിന്റെ അർത്ഥം. എന്നാൽ പ്രവാചക സ്നേഹത്തിന് മറ്റൊരർത്ഥതലം കൂടിയുണ്ട്. പ്രവാചകൻ ഇങ്ങോട്ട് സ്നേഹിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുക, അതാർക്കും പറയാലോ. ഞാൻ മുത്തുനബിയെ സ്നേഹിക്കുന്നുള്ളത് ആർക്കും പറയാം. പക്ഷെ മുത്തുനബി തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് വിശ്വാസം. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഫുട്ബോളിനെ വല്ലാതെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരുണ്ടാവും. അപ്പൊ അവര് പറയും, എനിക്ക് മെസ്സിയെ വല്ലാതെ ഇഷ്ടമാണ്, എനിക്ക് റൊണാൾഡോയെ വല്ലാതെ ഇഷ്ടമാണെന്നൊക്കെ പറയും. പക്ഷെ ഒരാളെ മെസ്സി ഇങ്ങോട്ട് അറിയുന്നുണ്ടെങ്കിലോ, മെസ്സി അയാൾക്ക് ഇങ്ങോട്ട് ഫോൺ വിളിക്കുക, റൊണാൾഡോ അയാൾക്ക് ഇങ്ങോട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പൊ അയാൾ ഇത്ര വലിയ മഹത്വമുള്ള ആളായിരിക്കും അവരുടെ കണ്ണില്. എന്ന പോലെ മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ആർക്കും കഴിയും. എന്നാൽ ആ മുത്തുനബി തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ സൗഭാഗ്യമാണ്. അതിലേക്കുള്ള കവാടമാണ്, അതിലേക്കുള്ള എളുപ്പ വഴിയാണ് സ്വലാത്ത്. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മുത്തുനബി അങ്ങോട്ട് സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ഹബീബായ തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിച്ച മഹാനാണ് അല്ലേ? ഹബീബായ തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോവുകയാണ്.
ആ ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു വരുന്നില്ല. മദീനയിൽ പിന്നെ നിൽക്കാൻ കഴിയുന്നില്ല. എവിടെ നോക്കിയാലും മുത്തുനബി തങ്ങളുടെ ഗന്ധമാണ്, മുത്തുനബി തങ്ങളുടെ ശബ്ദമാണ്. എവിടെ നോക്കിയാലും മുത്തുനബി തങ്ങളുടെ സാന്നിധ്യമാണ്. എവിടെ നോക്കിയാലും ഹബീബിന്റെ വെളിച്ചമാണ്, ആ പുഞ്ചിരിയാണ്. പിന്നെ ആ വീട്ടിൽ നിൽക്കാൻ പോലും കഴിഞ്ഞില്ല, മദീനത്ത് നിൽക്കാൻ പോലും മഹാനായ ബിലാൽ തങ്ങൾക്ക് കഴിഞ്ഞില്ല. അവിടെ നിന്ന് പുറപ്പെടുകയാണ്. സ്വഹാബിമാർ കരയുന്നു. മുത്തുനബി തങ്ങൾ വഫാത്തായ അന്നത്തെ ദിവസം അവർ കരഞ്ഞതുപോലെ പിന്നീട് മറ്റൊരിക്കലും അവർ കരഞ്ഞിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടു പോകുന്നു എന്ന വാർത്തയറിഞ്ഞപ്പോൾ കരഞ്ഞതല്ലാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാൽ അങ്ങ് പോകരുത് ബിലാൽ. ഈ ഹബീബില്ലാത്ത മദീനയിൽ ഞങ്ങൾക്ക് ഒരൽപ്പമെങ്കിലും സമാധാനമുണ്ടായിരുന്നത് അങ്ങയുടെ ആ ബാങ്കിന്റെ മന്ത്രധ്വനികൾ കേൾക്കുമ്പോൾ ഞങ്ങൾ ഹബീബിന്റെ കാലത്തേക്ക് തിരിച്ചു പോയ പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുമായിരുന്നത് കൊണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാൽ അങ്ങ് പോകരുത് ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖ് എന്നവരെ, ഇത് മുത്തുനബി തങ്ങളുടെ ഖലീഫയായ മദീനത്തെ രാജാവായ മദീനയുടെ ഭരണാധികാരിയായ അങ്ങയുടെ കൽപ്പനയാണോ? എങ്കിൽ ഞാൻ അനുസരിക്കാം. കാരണം ഭരണാധികാരിയെ അംഗീകരിക്കണമെന്ന് മുത്തുനബി തങ്ങൾ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനത് അംഗീകരിക്കാം. അതല്ല, അന്ന് ഉമയ്യത്തിന്റെ കിങ്കരന്മാരുടെ അതിക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി മക്കത്തെ മരുഭൂമിയിൽ ഞാൻ മരണത്തെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന സമയത്ത് എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തിയില്ലേ? എന്നെ നിങ്ങൾ പണം കൊടുത്തുകൊണ്ട് മോചിതനാക്കി എനിക്കൊരു ജീവിതം തന്നില്ലേ? ആ ഉപകാരത്തിന് നന്ദി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സിദ്ദീഖ് എന്നവരെ, അന്ന് നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി എന്നോണമാണോ ഇന്ന് മദീനത്ത് ഞാൻ നിൽക്കണമെന്ന് നിങ്ങൾ കൽപ്പിക്കുന്നത്? എങ്കിലും ഞാൻ അത് അനുസരിക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിലാൽ, ഇതൊരു ഭരണാധികാരിയുടെ കൽപ്പനയല്ല. ഇതന്ന് മക്കത്ത് ഉമയ്യത്തിന്റെ കിങ്കരന്മാരുടെ മർദ്ദനങ്ങളേറ്റ് നിങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ജീവിതം തന്നതിന് പ്രത്യുപകാരമായി ചോദിക്കുന്നതുമല്ല. അഹദെന്ന തിരുമന്ത്രം മൊഴിഞ്ഞന്ന് ബിലാലദാ ആ മണൽ മെത്തപ്പുറം കിടന്നിടുന്നു. അതിക്രൂരമർദ്ദനങ്ങൾ സഹിച്ചിട്ടും ഓരോ തുള്ളി മിഴിനീര് പോലും മുത്ത് ഒഴുക്കിയില്ല. മിഴിനീര് പോലും മുത്ത് ഒഴുക്കിയില്ല. അടി കൊണ്ട് പിടക്കുന്നു, നീണം പൊട്ടിയൊഴുകുന്നു. കുടിനീര് ലഭിക്കാതെ വലഞ്ഞിടുന്നു. എന്നിട്ടും പതറാത്ത മനസ്സുമായി ബിലാലെന്ന് മൊഴിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സ്വതന്ത്രനാക്കിടാമെന്നും പണമേറെ നൽകാമെന്നും പ്രലോഭനമുമയ്യത്ത് നടത്തിയിടുന്നു. എന്നിട്ടും ഇളകാത്ത മനസ്സുമായി ബിലാലെന്ന് മൊഴിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അന്ന് മരുഭൂമിയിൽ നെഞ്ചത്ത് വലിയ വലിയ പാറക്കല്ലുകൾ കയറ്റിവെച്ച് മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്മാറിയാൽ നിന്നെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ ഒരു മൃഗത്തെ പോലെ പിടഞ്ഞുകൊണ്ട് ചാവേണ്ട ഗതിയാണ് നിനക്ക് വരിക എന്ന് ഉമയ്യത്ത് ആക്രോശിക്കുമ്പോൾ ആ ഉമയ്യത്തിനോട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ബിലാലിനെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ? അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് ഉമയ്യത്ത് പറഞ്ഞു, 10 നാണയം തന്നാൽ ഈ ജന്തുവിനെ നിനക്ക് കൊണ്ടുപോവാം. 10 നാണയം എന്ന് പറഞ്ഞാൽ എത്ര ചുരുങ്ങിയ വിലയാ! ഒരു മനുഷ്യനെ അപമാനിക്കലല്ലേ, ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ഇടിച്ചു താഴ്ത്തുക. ഈ മനുഷ്യന് 10 നാണയത്തിന്റെ വില പോലും ഞാൻ കൊടുക്കണില്ല, എന്നാൽ നിങ്ങൾക്ക് കൊണ്ടുപോവാം. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പണം കൊടുത്തു വാങ്ങിയിട്ട് മോചിപ്പിക്കുകയാണ്. ഒരു ജീവിതം കൊടുക്കുകയാണ്, മരണത്തിന്റെ വക്കിൽ നിന്ന് മോചനം നൽകുകയാണ്.
ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാൽ, അന്ന് നിങ്ങൾക്കൊരു ജീവിതം തന്നതിന് പകരമല്ല ഈ ചോദ്യം. അതിനു വേണ്ടിയല്ല ഈ ആവശ്യം നിങ്ങൾ മദീന വിട്ടു പോവരുതെന്ന് ഞാൻ പറഞ്ഞത്. അതിന് പകരമായി നിങ്ങൾ ചെയ്യണമെന്ന അർത്ഥത്തിലല്ല. ഇത് മദീനയുടെ ഭരണാധികാരിയുടെ കൽപ്പനയുമല്ല. ഇതൊരു സുഹൃത്തിന്റെ അപേക്ഷയാണ്, ഇതൊരു കൂട്ടുകാരന്റെ അപേക്ഷയാണ്. അങ്ങ് മദീന വിട്ടു പോവരുത് ബിലാൽ. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സത്യമല്ല സിദ്ദീഖ് എന്നവരെ, നിങ്ങൾ എന്റെ നേതാവാണ്, നിങ്ങൾ മുത്തുനബിയുടെ അനുചരനാണ്. നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പാടില്ലാത്തതാണ്, പക്ഷേ എനിക്കതിന് സാധ്യമല്ല സിദ്ദീഖേ. മദീനയിൽ ജീവിക്കാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ഷാമിൽ താമസമാക്കുകയാണ്. ഓരോ ദിവസങ്ങളും മുത്തുനബി തങ്ങളെ ഓർത്ത് കരഞ്ഞ് 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 ആ ജീവിതം തള്ളി നീക്കുകയാണ്. അതിനിടയിലാണ് ഒരു രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. മുത്തുനബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നു. മുത്തുനബി തങ്ങൾ പുഞ്ചിരിച്ചു കടന്നു വന്നിരിക്കുന്നു. സർവഗുണങ്ങളുടെയും സമ്മിശ്ര സമ്മേളനമായ സുഗന്ധപൂരിതമായ പ്രകാശ നിർഭരമായ പുകകമലവുമായ മുത്തുനബി തങ്ങൾ പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. റജുലുൻ ഖദ ജമഅൽ ഇഹ്സാന ബിൽ ഹിക്മതി വസിദ്ഖി സിദാന വബിഹി ظهر الحق وبانا برسول الله رجل قد جمع الإحسان بالحكمة والصدق زدانا وبه ظهر الحق وبانا برسول الله يا رسول الله وقدوتنا لن ندع الغرب يدنسنا لن نرضى أبدا ذلتنا يا رسول الله സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂകുന്ന മുഖകമലവുമായി ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നത്തിലൂടെ കടന്നു വന്ന് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, അജഫൗതനാ യാ ബിലാൽ, ബിലാലേ താങ്കൾ എന്നോട് പിണങ്ങിയോ? എന്തൊരു ചോദ്യമാണ്. ബിലാലേ താങ്കൾ എന്നോട് പിണങ്ങിയോ? ആ ബിലാൽ തങ്ങൾ മദീനത്ത് ഇല്ലാത്തതിന്റെ പേരിൽ മുത്തുനബി തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ചോദിക്കാൻ, ബിലാലേ എന്നോട് പിണങ്ങിയോ? എന്തേ മദീനത്തൊന്നു വരാത്തത്, എന്നെ ഒന്നു കാണാത്തത്, എന്നെ ഒന്ന് സിയാറത്ത് ചെയ്യാത്തത്, എന്റെ പരിശുദ്ധമായ റൗളയിൽ ഒന്ന് കടന്നു വരാത്തത്? അതാണ് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ അങ്ങോട്ട് സ്നേഹിക്കലല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് സ്നേഹിക്കല്. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ പാപികളായ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ യാ അല്ലാഹ്. അതിന് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ കാരണമാക്കണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു. നല്ല ശബ്ദത്തിൽ ഇങ്ങനെ ശബ്ദം പുറത്തേക്ക് വന്നോട്ടെ. നമുക്കല്ല ശബ്ദം തന്നത് മുത്തുനബി നിങ്ങളുടെ സ്വലാത്തല്ലാനല്ലേ? ഒരുപാട് ഹറാമുകൾ പറയുന്ന നാവുകൾ ഈ സ്വലാത്ത് കൊണ്ടൊന്ന് ശുദ്ധീകരിക്കപ്പെടട്ടെ. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു അസ്സലാത്തു വസ്സലാമു യാ ഹബീബല്ലാഹ്. നീർ
ഹദീസുകൾ യാ നബി അങ്ങ് കേൾക്കുമോ ഓതി ഓതി ഞാൻ വീഴ്ത്തും കണ്ണുനീർ യാ റസൂലങ്ങ് അറിയുമോ അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പരിധി കടന്നാൽ പിന്നെ ഹബീബ് ഇങ്ങോട്ട് സ്നേഹിക്കുകയാണ്. അതുതന്നെയാണ് യഥാർത്ഥ മഹബ്ബത്തുൻ നബി, പ്രവാചക സ്നേഹം എന്നത്. പ്രവാചകർ ഇങ്ങോട്ട് സ്നേഹിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ കോടിക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന ഡൽഹി മഹാനഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളുണ്ട്. ആ 2 സ്ഥലങ്ങളും അറിയപ്പെടുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മഹാന്മാരായ 2 സൂഫി പരിഷ്കർത്താക്കളുടെ പേരിലാണ്. ഒന്ന് മെഹബൂബെ ഇലാഹി മഹാനായ നിസാമുദ്ദീൻ ഔലിയാ റളിയല്ലാഹു അൻഹു, ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ ഹസ്രത്ത് നിസാമുദ്ദീൻ. ആ റെയിൽവേ സ്റ്റേഷൻ ഇന്നും അറിയപ്പെടുന്നത്, ആ സ്ഥലം തന്നെ അറിയപ്പെടുന്നത്, ആ നഗരഭാഗം തന്നെ നിസാമുദ്ദീൻ ഔലിയാ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മറ്റൊന്ന് മഹാനായ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ അൽ കഅക്കി റളിയല്ലാഹു അൻഹു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരമായ ഖുത്ബ് മിനാർ അടിമ വംശത്തിലെ രാജാവായിരുന്ന ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടാക്കിയതാണ്. അദ്ദേഹം തുടങ്ങി വെച്ച് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഇൽതുമിഷ് പൂർത്തീകരിച്ചതാണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ കാരണം കൊണ്ടാണ് ഖുത്ബ് മിനാർ എന്നറിയപ്പെടുന്നത് എന്ന് നമ്മളൊക്കെ പഠിച്ചതാണ്. പക്ഷെ അതിന്റെ പിന്നിൽ മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. മഹാനായ ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഈ ഭരണാധികാരി ഒരു രാജാവ് എന്നതിലപ്പുറം ഒരു സാത്വികനായ മനുഷ്യനായി. മഹാനായ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹുവിന്റെ അജ്മീർ ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ മുരീദായ അവിടുത്തെ സന്തത സഹചാരിയായിരുന്ന ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദായിരുന്നു, ശിഷ്യനായിരുന്നു മഹാനായ ഖുത്ബുദ്ദീൻ ഐബക്ക് രാജാവ്. ആ ഖുത്ബുദ്ദീൻ ഐബക്ക് തന്റെ ഗുരുവായ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹുവിന്റെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുരം ഖുത്ബ് മിനാർ. അദ്ദേഹം മന്തി ഉറങ്ങുന്ന പ്രദേശം അറിയപ്പെടുന്നത് മെഹ്റോലി എന്നാണ്. മെഹ്റോലി എന്ന് പറഞ്ഞ മെഹർ വലി, ഒരു മഹാനായ വലിയുടെ സാന്നിധ്യം അവിടെയുള്ളത് കൊണ്ടാണ് ഡൽഹിയിലെ തിരക്കേറിയ ജനസാന്ദ്രമായ ആ നഗരഭാഗത്തിന് അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ആ പേര് നൽകപ്പെട്ടത് എന്ന് കാണാൻ കഴിയും. ഈ 2 മഹാന്മാരിൽപ്പെട്ട 2 പേരെ കുറിച്ചും പറയപ്പെടാറുണ്ട് ഒരു ചരിത്രം. അവര് വിവാഹം ചെയ്ത എല്ലാ ദിവസവും അവര് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി 3000 സ്വലാത്തുകൾ ചൊല്ലാറുണ്ടായിരുന്നു. ഈ 2ൽപ്പെട്ട ഒരു മഹാൻ, 2 കുറിച്ച് ആ ചരിത്രം പറഞ്ഞു കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് 2 പേരെയും നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒന്നുകിൽ ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ മഹാനായ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയാ റളിയല്ലാഹു അൻഹു. 3000 സ്വലാത്തുകൾ മുത്തുനബിയുടെ മേൽ എല്ലാ ദിവസവും അവർ ചൊല്ലാറുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ സ്വാഭാവികമായി വിവാഹത്തിന്റെ തിരക്കുകൾ ഉണ്ടാവാം. ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ദിവസമാണ്. ആ പെണ്ണിനോട് സംസാരിക്കാനുണ്ടാവാം. ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഏതൊരാളുടെയും ജീവിതത്തിൽ മറക്കാത്ത ഒരു രാത്രിയാണ്. അത് ജീവിതത്തിൽ എന്നും സന്തോഷത്തോടു കൂടി ഓർക്കുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രിയാണ്. ആ ആദ്യ രാത്രിയില് മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലുന്ന സ്വലാത്തിന്റെ എണ്ണത്തിൽ ഒരു കുറവ് വന്നുപോയി. അത്രയും സാധാരണ ചൊല്ലുന്ന അത്രയും എണ്ണത്തിലുള്ള സ്വലാത്തും എല്ലാം പറ്റിയില്ല. ആ രാത്രി ഉറങ്ങാൻ ഉറക്കത്തിൽ കടന്നു വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നോട് ചോദിച്ചു, എന്താപ്പോ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ മറന്നുപോയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്. നമ്മളെ ഭാഷയിലാണ് ചോദിച്ചത്. നബിതങ്ങൾ വേറെ രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് സാധാരണ ഒരു ഭാഷ ഉണ്ടല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ നമ്മളെ മറന്നുപോയോ?
ചോദിക്കണത് ഒരു ദിവസത്തെ സ്വലാത്ത് മറന്നുപോയതിന്റെ പേരില് സ്വപ്നത്തിൽ കടന്നു വന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, വിവാഹം കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ മറന്നുപോയോ? മഹാനായ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അല്ലെങ്കിൽ നിസാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ അതോടുകൂടി ത്വലാഖ് ചൊല്ലി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാനും അവിടുത്തെ മേലിലുള്ള സ്വലാത്തുകൾ ചൊല്ലാനും അവിടുത്തെ സ്നേഹം പ്രകടിപ്പിക്കാനും എനിക്ക് നീ ഒരു തടസ്സമാണെങ്കിലും മോളെ നിനക്ക് നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാം. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം നമ്മളൊക്കെ ഭാര്യമാരെ തൊലാക്കലാണെന്നല്ല. അത്രയേറെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത മറ്റൊന്നിനും മനസ്സ് കൊടുക്കാത്തവര്, എന്തിനേറെ പറയണം എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ സുപരിചിതനായ ഒരു ഉസ്താദ് അദ്ദേഹം ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞൊരു സംഭവം പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു പെൺകുട്ടി കല്യാണത്തിന്റെ പ്രായമായി, മാതാപിതാക്കൾ വിവാഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കുറെ നിസാമുദ്ദീൻ ഔലിയെ പോലെ കുറെ നൂറ്റാണ്ട് മുമ്പുള്ള സംഭവം എന്നല്ല പറയുന്നത്. ആ പെൺകുട്ടി വിവാഹത്തിന്റെ പ്രായമാകുമ്പോ മാതാപിതാക്കൾ അവൾക്ക് വേണ്ടി ഒരു വരനെ, ഒരു ചെക്കനെ, ഒരു ചെറുക്കനെ അന്വേഷിക്കുകയാണ്. ഒരു മണവാളനെ അന്വേഷിക്കുക. ഏത് ആലോചന വന്നാലും അവള് സമ്മതിക്കൂല, കല്യാണം വേണ്ട എന്നാണ് അവള് പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവളുടെ മനസ്സിൽ വേറെ ഏതെങ്കിലും പ്രേമബന്ധങ്ങളുണ്ടോ? അവരന്വേഷിച്ചു ഇല്ല. കാരണം വളരെ ദീനിയായി സ്വാലിഹത്തായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മുടെ മനസ്സ് നമ്മൾ മറ്റാർക്കോ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. മറ്റെന്തിന്റെയോ അടിമകളായി നമ്മൾ മാറിയിരിക്കുകയാണ്. അതൊരു പക്ഷേ ഒരാണാവാം, ഒരു പെണ്ണാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ഭൗതികമായിട്ടുള്ള പണമാവാം, മറ്റു സുഖങ്ങളാവാം, എന്തുമാവാം. പക്ഷേ ആ ഹൃദയത്തിൽ എവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്ഥാനമുള്ളത്? ആ പെൺകുട്ടി തന്റെ മുമ്പിലേക്ക് മാതാപിതാക്കൾ കൊണ്ടുവരുന്ന ഒരാലോചനയും അവൾ സ്വീകരിക്കുന്നില്ല, എല്ലാം നിരാകരിക്കുകയാണ്. വിവാഹം വേണ്ടെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അവസാനം അവര് ഈ ഉസ്താദിന്റെ അടുത്തേക്ക് പരാതിയുമായി വന്നു. ഉസ്താദെ, നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കി, നിങ്ങളൊന്ന് ഉപദേശിച്ചു നോക്കി, എന്താണ് സംഗതി എന്നറിഞ്ഞു നോക്കി. ഉസ്താദ് ആ പെൺകുട്ടിയെ വിളിച്ചു, വിശദമായി സംസാരിച്ചു. അവള് പറഞ്ഞു, ഉസ്താദെ, ഞാൻ ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ നമ്മുടെ തലമുറയിൽ നടക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ. ആര് പറഞ്ഞു? നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നടന്നുപോയ, കഴിഞ്ഞുപോയ ആളുകൾക്ക് മാത്രമുള്ളതാണെന്ന് മുത്തുനബി തങ്ങളെ സ്വപ്നം കാണുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചരടിപ്പോഴും മുറിഞ്ഞു പോയിട്ടില്ല. ആ ഈമാനിന്റെ പ്രകാശം ഇനിയും കെട്ടുപോയിട്ടില്ല. അല്ലാഹു നമുക്കും അതിൽ ഒരൽപ്പം പ്രദാനം ചെയ്യട്ടെ. ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. അത്രയേറെ സൗന്ദര്യമുള്ള, അത്രയേറെ പ്രകാശമുള്ള, സുഗന്ധമുള്ള, സൗരഭ്യമുള്ള, അത്രയേറെ ആകർഷണീയതയുള്ള ഒരാളെയും ഒരു പടപ്പിനെയും ഞാൻ കണ്ടിട്ടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ കവിളുകൾ റോസാദളങ്ങളെക്കാൾ മാർദ്ദവമേറിയതായിരുന്നു. ആ കണ്ണുകൾ മുല്ലപ്പൂ മൊട്ടിനേക്കാൾ യശോദാവള്യം നിറഞ്ഞതായിരുന്നു. ആ പുരികങ്ങൾ നീണ്ടു വളഞ്ഞതായിരുന്നു. ആ നാസിക പോലും എന്തെന്നില്ലാത്ത പൗരുഷത്തിന്റെ ഗൗരവം സ്ഫുരിക്കുന്നതായിരുന്നു. ആ നെറ്റിത്തടം വിശാലവും പരന്നതും പ്രകാശം സ്ഫുരിക്കുന്നതുമായിരുന്നു. ആ പവിത്രമായ ശിരസ് അധികം വലുതോ അധികം ചെറുതോ ആയിരുന്നില്ല. ആ വിശുദ്ധമായ ശിരസിൽ ഒരു കിരീടം പോലെ തിളങ്ങി നിൽക്കുന്ന കേശഭാരങ്ങൾ കറുത്തിരുണ്ടതായിരുന്നു. അങ്ങനെ സൗന്ദര്യത്തിന്റെയും സൗകുമാര്യതയുടെയും ആകർഷണീയതയുടെയും സൗരഭ്യത്തിന്റെയും പ്രതീകമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു ഉസ്താദേ. പെൺകുട്ടി പറയാ, മുത്തുനബി തങ്ങളെ ഞാൻ സ്വപ്നം കണ്ടതിന് ശേഷം ഒരു പുരുഷനെയും പിന്നെ എന്റെ കണ്ണിൽ പിടിക്കില്ല. ഒരു പുരുഷന്റെ കൂടെയും ഇനി എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എന്റെ സങ്കല്പത്തിനൊത്തുയരാൻ ഈ ഭൂമിയിൽ ഒരു പുരുഷനും സാധിക്കുകയില്ല എന്നെന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. വിവാഹത്തിന് പോലും വിസമ്മതം കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരി. ഓർത്തു നോക്ക്, നമ്മൾ ഹബീബിനോടുള്ള മഹബ്ബത്തിന്റെ തലം എത്രയേറെ ഉയരങ്ങളിലാണ്. അത് മനുഷ്യന് മനസ്സിലാക്കാൻ പോലും കഴിയുന്നതിലും അകലെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതികമായ ഈ പ്രകാശം കണ്ടപ്പോഴേക്ക് ലോകം മുഴുവൻ ഹബീബിന്റെ മുമ്പിൽ പ്രണാമമർപ്പിച്ചുവെങ്കിൽ തിരു ഹബീബിന്റെ ആത്മീയമായ വെളിച്ചം അവരെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവർ മുത്തുനബി തങ്ങളുടെ മുമ്പിൽ എന്താകുമായിരുന്നു? നിബിതങ്ങൾക്ക് രണ്ട് വ്യക്തിത്വമുണ്ട്. ഒന്ന് ഭൗതികമായ വ്യക്തിത്വമാണ്. ആമിന ബീവിയുടെ പുത്രനായി ജനിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉപ്പയെ കാണാതെ അബ്ദുള്ള എന്നവരുടെ മുഖം കാണാതെ ജനിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ബവാഇന്റെ വിജനമായ മരുഭൂമിയിൽ മരണപ്പെട്ടു കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഉമ്മ ആമിന ബീവിയുടെ മയ്യത്തിനരികിൽ നിന്ന് വിതുമ്പിക്കരഞ്ഞ 6 വയസ്സുകാരനായ ആ ബാലൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ മുത്തുനബി തങ്ങളുടെ ഭൗതികമായ വ്യക്തിത്വമാണ്. മക്കത്ത് അബൂജഹലിന്റെ കളിയാക്കലുകൾക്കും വിമർശനങ്ങൾക്കും വിധേയരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ത്വായിഫിൽ നിന്ന് ജനങ്ങൾ കല്ലെറിഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഹബീബിന്റെ ഭൗതികമായ വ്യക്തിത്വം മാത്രമാണ്. മുത്തുനബിയുടെ ആത്മീയമായ വ്യക്തിത്വം അതാർക്കും മനസ്സിലാവാത്തതാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും തിരിച്ചറിയാൻ കഴിയാത്തതാണ്. അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. മുത്തുനബി തങ്ങളുടെ ആ ആത്മീയമായ വെളിച്ചത്തിൽ നിന്നാണ് സൂര്യനും ചന്ദ്രനും എല്ലാം പ്രകാശിച്ചത്. പക്ഷെ നമ്മളെല്ലാം കണ്ടത്, ലോകം കണ്ടത് തിരുനബിയുടെ ഭൗതികമായ വ്യക്തിത്വമാണ്. ആ ഭൗതികമായ വ്യക്തിത്വം കണ്ടപ്പോഴേക്ക്, നമ്മെപ്പോലെ ഒരു മനുഷ്യരൂപത്തിൽ ജനിച്ചു വീണ മുത്തുനബിയെ കണ്ടപ്പോഴേക്ക് ലോകം മുഴുവൻ ഹബീബിന്റെ മുമ്പിൽ പ്രണാമമർപ്പിച്ചുവെങ്കിൽ, മുത്തുനബിയുടെ മുമ്പിൽ അവരെല്ലാം സമർപ്പിതരായെങ്കിൽ, ഹബീബിന്റെ ആത്മീയമായ വെളിച്ചം അവരെങ്ങാനും കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നേനെ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞ ഒരു നിമിഷമുണ്ട്. സാക്ഷാൽ ഇബ്ലീസുൽ ലഈൻ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞുപോയി. അപ്പൊ അല്ലാഹു ചോദിച്ചു, ജിബ്രീലേ, താങ്കൾ എന്തിനാ കരയുന്നത്? താങ്കൾ എന്തിനാണ് കരയുന്നത്? ഞാൻ ഇബ്ലീസിനെയല്ലേ പുറത്താക്കിയത്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ആരായിരുന്നു ഇബ്ലീസ്? ആയിരക്കണക്കിന് വർഷം നിനക്ക് ഇബാദത്ത് ചെയ്തയാളല്ലേ, മലക്കുകളുടെ ഉസ്താദല്ലേ, സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നവനല്ലേ. എന്നിട്ടും ഇബ്ലീസിന് അവസാനമുണ്ടായത് ഇങ്ങനെയാണല്ലോ. അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടല്ലോ, അവൻ പുറത്താക്കപ്പെട്ടുവല്ലോ, അവൻ ശപിക്കപ്പെട്ടുവല്ലോ. ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കാണുണ്ടായിരുന്നതെങ്കിൽ എന്നോർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് റബ്ബേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയാലോ, ഇബ്ലീസിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയ പോലെ എന്റെയും ഈമാൻ നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിലോ എന്നോർത്തിട്ട് ഞാൻ കരഞ്ഞതാണ് അല്ലാഹ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാലാകാലവും തന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയിൽ ജീവിച്ചയാളാണ്. നിന്റെ ഔദാര്യത്തിന്, നിന്റെ കാരുണ്യത്തിന് ഞാൻ അർഹതയില്ലാത്തവനായി പോകുമോ എന്ന് പേടിച്ചവനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന് സമാധാനമായത്, ജിബ്രീൽ അലൈഹിസ്സലാമിന് സന്തോഷമായത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഈമാനിനെ പറ്റി ഓർത്തുകൊണ്ട് സമാധാനിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ കാരുണ്യമായി നിയോഗിക്കപ്പെട്ടപ്പോഴാണ്. ആ മുത്തുനബിയുടെ കാരുണ്യത്തെ പറ്റി മനസ്സിലാക്കിയപ്പോ
ആ മുത്തുനബിയെ പഠിച്ചോനെ നീയല്ലേ പഠിച്ചത്, ആ മുത്തുനബിയെ പഠിച്ചത് നീയല്ലേ, അപ്പൊ നിന്റെ കാരുണ്യം എത്ര വലുതായിരിക്കും, നിന്റെ റഹ്മത്തിന് എനിക്കും ഒരു അർഹതയുണ്ടല്ലോ, എനിക്കും ഒരു അവസരമുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനവും ഒരു പ്രതീക്ഷയും ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും കൈവന്നത് മുത്തുനബി തങ്ങളിലൂടെ അല്ലാഹു ലോകത്തിന് നൽകിയ കാരുണ്യത്തെ പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭൗതികമായ പ്രകാശത്തിനപ്പുറം അവിടുത്തെ ആത്മീയമായ വെളിച്ചം എന്നത് വാക്കുകൾക്ക് അതീതമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇത്രയേറെ സുന്ദരമായ വരികൾ എഴുതിയപ്പോഴാണ് മഹാനായ ഇമാമുനാ ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസീരി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് തിരുഹബീബ് തങ്ങൾ സ്വപ്നത്തിൽ കടന്നു വന്നിട്ട് ഒരു പുതപ്പ് സമ്മാനിച്ചത്. അതും മഹബ്ബത്തുൻ നബിയുടെ ഉദാഹരണമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹബ്ബത്തുൻ നബി, മുത്തുനബി തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിച്ചതിന്റെ ഉദാഹരണമാണ്. സന്തോഷം കൊണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതന്റെ വാക്കുകൾ കേട്ടിട്ട്, തന്റെ ഉമ്മത്തിൽപ്പെട്ട ഈ ഒരു പണ്ഡിതന്റെ വാക്ക് കേട്ടിട്ട് അഭിമാനത്തോടുകൂടി മുത്തുനബി തങ്ങൾ കടന്നു വന്ന് ഒരു പുതപ്പെടുത്തുകൊണ്ട് പുതപ്പിച്ചു കൊടുത്തപ്പോഴല്ലേ ഖസീദത്തുൽ ബുർദ എന്ന് തന്നെ അതിന് പേരുണ്ടായത്. ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅതുഹു ഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി മൗലായ സ്വല്ലി വസല്ലിം. ശബ്ദത്തിൽ ഇങ്ങ് ചൊല്ലിക്കോളും. മദീനയിലെത്തട്ടെ ഈ സ്വലാത്തുകൾ. അബദൻ അലാ ഹബീബി ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ ഹബീബല്ലാതെ ആരുണ്ട് ശഫാഅത്തിന്? ആഖിറത്തിൽ മാത്രമല്ല, ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാൽ, ദുനിയാവിലും ആഖിറത്തിലും ഈ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ നമ്മുടെ കൈ പിടിക്കാൻ ആരുണ്ട്? യാ അക്റമൽ ഖൽഖി മാ ലിമൻ ആലുദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ആമിമി. ഉത്തമരാം നബി തങ്ങളെ അഭയം അങ്ങാ തിങ്കളെ ഭീതികളേറും നാളില് അഭയം നൽകൂ എന്നില് മൗലായ വസല്ലിം ദായിമൻ ആബദാ അഹ്ലാ ഹബീബിക ഖൈർ കുല്ലിഹിം. ഹബീബേ, അങ്ങല്ലാതെ ആരുണ്ട് യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ മുമ്പിൽ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ അങ്ങല്ലാതെ ആരുണ്ട് നബിയേ? ഇമാം ബുസീരി തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് മദ്ഹുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം പറഞ്ഞു ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു. എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. മുത്തുനബി തങ്ങൾ ഒരു മനുഷ്യനാണ്, ഒരു പടപ്പാൻ. പടച്ചോനാണെന്ന് പറയല്ലേ, പടച്ചോനാണെന്ന് പറയല്ലേ. ഇത് പടപ്പാൻ, ഇതൊരു പടപ്പാണ്. ഒരു പടപ്പിന് എന്തൊക്കെ കിട്ടുമോ അത് മുഴുവൻ അല്ലാഹു മുത്തുനബി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. അത് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്, അദ്ദേഹത്തിന്റെ മനസ്സ് വിജനമാവുകയാണ്, അദ്ദേഹത്തിന്റെ തൂലിക നിശ്ചലമാവുകയാണ്, ആ നാവ് അടങ്ങുകയാണ്, അദ്ദേഹത്തിന്റെ ഹൃദയം ശൂന്യമാവുകയാണ്. ഒന്നും കിട്ടുന്നില്ല, ഒന്നും എഴുതാൻ കഴിയുന്നില്ല. ആ വരിയുടെ ബാക്കി പോലും എഴുതാൻ സാധിക്കാതെ വേദനിക്കുന്ന ഹൃദയത്തോടെ അദ്ദേഹം ഉറക്കത്തിലേക്ക് പോവുകയാണ്. ആ ഉറക്കത്തിൽ കടന്നു വന്നു തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വരിയുടെ ബാക്കി കൊണ്ട് പറഞ്ഞു കൊടുത്തു. തിരുഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മനുഷ്യൻ അങ്ങോട്ട് സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ അളവോളം എത്തിയാൽ ആ മനുഷ്യരെ മുത്തുനബി
മുത്തുനബി തങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഹബീബിന്റെ വിളിയാളം മുത്തുനബി തങ്ങൾ കേൾക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപ്രകാശം കൊണ്ട് ആ മനുഷ്യനെ ഹബീബ് അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആരാണ് ഹബീബേ? ആ പവിത്രമായ പൂമുഖം കാണുന്നത് അവർ വിജയത്തിലാണ്. യാ റസൂലല്ലാഹ്, എത്ര ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. എനിക്കറിയാവുന്നവർ അവർ പാന്റ് ധരിച്ചു നടക്കുന്നവരാണ്, അവർ ടീഷർട്ട് ധരിച്ചു നടക്കുന്നവരാണ്, അവർ സാധാരണ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ടൊരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നവരാണ്. ദിവസേന നൂറുകണക്കിന് സ്വലാത്തുകൾ ചൊല്ലുന്നവർ, ഏതൊരു കാര്യത്തിലും മുത്തുനബി തങ്ങളുടെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകുന്നവര്, നിസ്കാരം യഥാവിധി നിറവേറ്റുന്നവര്. പക്ഷേ നമ്മൾ അവരെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു സാധാരണ ചെറുപ്പക്കാരൻ എന്നായിരിക്കാം. അവര് ജീൻസ് ധരിക്കുന്നവരായിരിക്കാം, അവര് ടീഷർട്ട് ധരിക്കുന്നവരായിരിക്കാം. പക്ഷേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടിട്ടുള്ള എത്രയെത്ര ചെറുപ്പക്കാർ എന്നും നമുക്കിടയിലുണ്ട്. ഈമാൻ ഖൽബിലാണ്, തഖ്വ ഇവിടെയാണ്. അത് പുറം മോടികൾ കണ്ട്, പുറം പൂച്ചുകൾ കണ്ട് അളക്കാനുള്ള സംഗതിയല്ല. ആർക്കാണ് അല്ലാഹു വെളിച്ചം തുറന്നു കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല. മദീനയിലേക്ക് ആര് ഖൽബിനെ തിരിച്ചു വെച്ചോ അവർക്കുള്ളതാണ് ആ വെളിച്ചം. സ്വലാത്തുകളെ കൊണ്ട് ഏതൊരാൾ തന്റെ നാവിനെ അലങ്കരിച്ചുവോ അവർക്കുള്ളതാണ് ആ വെളിച്ചം. മദീനയെ കുറിച്ച് എന്തു പറഞ്ഞാലും അത് മദീനയിലെത്താതിരിക്കുകയില്ല. മുത്തുനബി തങ്ങളെ കുറിച്ച് എന്തു പറഞ്ഞാലും അത് ഹബീബിന്റെ ചാരത്തേക്ക് എത്താതിരിക്കുകയില്ല. ഹബീബിന്റെ മേൽ ലോകത്തിന്റെ ഏത് കോണുകളിൽ നിന്ന് ചൊല്ലുന്ന സ്വലാത്തുകളും മദീനയിലെത്താതിരിക്കുകയില്ല. സയ്യിദുനാ അബൂ ഹനീഫ നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ വല്ലാതെ സ്നേഹിച്ച മഹാനാണ്. അദ്ദേഹം ഒരിക്കൽ മദീന സിയാറത്ത് ചെയ്യാൻ ആഗ്രഹിച്ചു. എവിടുന്നാ പോണത്? ഇറാഖിൽ നിന്നാണ്. ഇറാഖിൽ നിന്ന് മദീനത്തേക്ക് 2000-ലേറെ കിലോമീറ്റർ ദൂരമുണ്ട്. നമുക്കറിയാം 3000-ഓളം കിലോമീറ്റർ എന്ന് പറയാം ദൂരമുണ്ട്. കൂഫയിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുകയാണ്. പക്ഷേ മദീനയിൽ എത്തുന്നതിന് മുമ്പ് പരിശുദ്ധമായ റൗളയിൽ കടന്നു ചെല്ലുമ്പോൾ മുത്തുനബി തങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? ഹബീബിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു സമ്മാനം സമർപ്പിക്കണ്ടയോ? അതിന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരു സുന്ദരമായ മദ്ഹിന്റെ കാവ്യം എഴുതുകയാണ്. നല്ലൊരു മദ്ഹ് കാവ്യം, മദ്ഹിന്റെ കവിത എഴുതിയിട്ട് അതിങ്ങനെ ഒരു പേപ്പറിൽ എഴുതി തന്റെ ഭാണ്ഡത്തിൽ വെച്ച് ആരും അറിയാതെ അതുകൊണ്ട് മദീനത്തേക്ക് യാത്ര പുറപ്പെട്ടു. മഹാനായ നുഅ്മാൻ ഇബ്നു സാബിത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. ആ വരികളിൽ പ്രധാനപ്പെട്ടതൊന്നും ഇങ്ങനെയാണ്: ലീ ഫീക ഖൽബുൻ മുഗ്റമുൻ യാ സയ്യിദി വഹശാശത്തുൻ മഹശുവത്തുൻ ബിഹവാക. നബിയേ, അങ്ങയോടുള്ള പ്രണയത്താൽ നിറഞ്ഞു കവിഞ്ഞ ഒരു ഹൃദയവുമായി ഈ സാധുവായ നുഅ്മാൻ മദീനയിൽ വരുന്നു യാ റസൂലല്ലാഹ്. ഇതാണ് വരിയുടെ അർത്ഥം. അങ്ങനെ അദ്ദേഹം മദീനത്തേക്ക് പുറപ്പെടുകയാണ്. മദീനയിലെത്തി പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ പ്രവേശിക്കുകയാണ്. അപ്പൊ മസ്ജിദുൻ നബവിയിൽ ഒരു സദസ്സിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്. അവിടെ ഒരാൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അദ്ദേഹം അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു ബൈത്ത് ഇങ്ങനെ പാടിക്കൊടുക്കുകയാണ്. മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ഒരാൾ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ബൈത്ത് ഇങ്ങനെ പാടിക്കൊടുക്കുക. അദ്ദേഹം ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മൂപ്പർ എഴുതിയ വരിയാണ് അവിടെ പാടിക്കൊടുക്കുന്നത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഒരാളും അറിയില്ല, ഒരു മനുഷ്യനെ ഇത് കാണിച്ചിട്ടില്ല. ഇത് തന്റെ ഭാണ്ഡത്തിൽ നിക്ഷേപിച്ച് രഹസ്യമായി മദീനത്തേക്ക് കൊണ്ടുവന്നതാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? അബൂ ഹനീഫ എന്ന മഹാനായ പണ്ഡിതൻ അൽ ഇമാമുൽ അഅ്ളം, ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരിൽ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതൻ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ്: അല്ലയോ സഹോദരാ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വരികൾ ലഭിച്ചത്? നിങ്ങൾക്ക് ആരാണ് ഇത് പറഞ്ഞു തന്നത്? ആ മനുഷ്യൻ പറഞ്ഞു: ഞാൻ ഈ മദീനത്തെ പള്ളിയിലെ മുഅദ്ദിനാണ്.
കഴിഞ്ഞ രാത്രിയിൽ ഞാൻ മുത്തുനബി തങ്ങളെ സ്വപ്നം കണ്ടു. മുത്തുനബി തങ്ങൾ വല്ലാത്ത സന്തോഷത്തിലാണ്. അവിടെ നിന്നോട് പറഞ്ഞു, അങ്ങകലെ ഇറാഖിൽ നിന്ന് നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന വലിയ പണ്ഡിതൻ എന്നെ കാണാൻ വേണ്ടി മദീനത്തേക്ക് വരുന്നുണ്ട്. ഈ മദീനത്ത് വരുമ്പോൾ എന്റെ മുമ്പിൽ സമർപ്പിക്കാൻ അദ്ദേഹം എനിക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ ബൈത്തുകളാണിത്, മദ്ഹാണിത്, ഈ പ്രകീർത്തനത്തിന്റെ കാവ്യമാണിത് എന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന വരികളാണിത്. സുബ്ഹാനല്ലാഹ്. മദീനയെ പറ്റി എന്തു പറഞ്ഞാലും അത് മദീനത്തെത്തുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. മുത്തുനബി തങ്ങളെ കുറിച്ച് എന്തു പറഞ്ഞാലും അത് ഹബീബിന്റെ അരികിലെത്തുന്നതാണ്. ആ സ്വലാത്തുകൾ തടസ്സമേതുമില്ലാതെ മദീനയിലേക്ക് എത്തിക്കപ്പെടുന്നതാണ്. എന്തിനേറെ പറയണം, നമ്മൾ സ്വലാത്തിട്ട് പഠിച്ചോനെ ഈ സ്വലാത്തിനെ നീ മദീനത്തേക്ക് എത്തിക്കണേ എന്ന് ദ്വാരക്കണത് പോലും അതപുകേടാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ദ്വാരക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ അറിയോ, എന്താണ് അതിനുവേണ്ടി അള്ളാഹ് മലക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ആര് സ്വലാത്ത് ചൊല്ലിയാലും മദീനത്തേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം അള്ളാഹ് ഏൽപ്പിച്ച മലക്കുകളുണ്ട്. പിന്നെന്തിനാ നമ്മൾ ദ്വാരക്കണത്? അള്ളാഹ് ഏറ്റെടുത്തൊരു പണിയാണ്. അതങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തോ എന്ന് പറയുന്ന പോലല്ലേ, ആവശ്യമില്ല. അത് അള്ളാഹ് എത്തിച്ചു കൊടുക്കുന്ന ഉറപ്പാണ്. അത് മുത്തുനബി തങ്ങളെ സന്തോഷിപ്പിക്കുമെന്നതിൽ സംശയമില്ല. ആ സ്വലാത്ത് ചൊല്ലിയവനെ നബി തങ്ങൾ തിരിച്ചറിയുമെന്ന് മുത്തുനബി തങ്ങൾ തന്നെ പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിച്ചില്ലേ? നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീനയിലെത്തുമ്പോ അദ്ദേഹം രഹസ്യമായി എഴുതി വെച്ച ആ ഹബീബിന്റെ മദ്ഹ് കാവ്യം മദീനയിൽ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുത്ത് ഹബീബിന്റെ മുഹബ്ബീങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുകയാണ്. യാ റസൂലല്ലാഹ്, കാലിയായ പിച്ചപാത്രവുമായി ഞങ്ങൾ മദീനയിലേക്ക് യാചനയോടുകൂടി കടന്നു വന്നിരിക്കുന്നു നബിയേ. ഈ ഭാണ്ഡങ്ങൾ അങ്ങ് നിറച്ചു തന്നാലും യാ റസൂലല്ലാഹ്, ഈ ഭാണ്ഡങ്ങളിൽ അങ്ങയുടെ കാരുണ്യം ഏറ്റുവാങ്ങാതെ മദീനയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. യാ ഹബീബല്ലാഹ്, ഈ മദീനയിൽ വന്ന് കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീരിന്റെ അകമ്പടിയോട് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നബിയേ. ഫജ്ദ് യാ റസൂലല്ലാഹ് മിൻക ബിറഹ്മതി ലിഅബ്ദിൻ ഫഖീരിൻ ബി ذنوبي مسربل صلاة وتسليم صلاة وتسليم تحيتي على المصطفى المختار خير البرية فجد يا رسول الله صلى الله عليه وسلم. ഹബീബേ, അങ്ങയുടെ ഔദാര്യം ഞങ്ങൾക്ക് അങ്ങ് ചൊരിഞ്ഞു തരണമേ യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിഅബ്ദിൻ ഫഖീരിൻ ബിദ്ദുനൂബി മുസർബലു, തെറ്റുകളുടെ ഉടയാടകൾ അണിഞ്ഞ് ഹറാമുകളുടെ കറപുരണ്ട വസ്ത്രമണിഞ്ഞ് കടന്നു വന്ന ഈ സാധുവായ അടിമക്ക് അങ്ങയുടെ ഔദാര്യം ഒന്ന് ചൊരിഞ്ഞു നൽകണേ യാ റസൂലല്ലാഹ്. അങ്ങയെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഔദാര്യത്തിന്റെ പേമാരി ഉണ്ടാകും. തകർക്കപ്പെടാത്ത ഒരു കോട്ടയുടെ ഉള്ളിൽ ഞങ്ങൾ സുരക്ഷിതരായി തീരും. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മഹത്വങ്ങളുടെ സോപാനമേറി കടന്നു പോവാൻ അല്ലാഹു ഞങ്ങളെ കൈപിടിക്കും. മഹത്വങ്ങളുടെ സിംഹാസനത്തിൽ ആരൂഢരാവാൻ അങ്ങയുടെ മഹത്വം പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധ്യമാകും യാ റസൂലല്ലാഹ്. അങ്ങയുടെ മഹത്വങ്ങളിലൂടെ, അങ്ങയുടെ സ്വലാത്തുകളിലൂടെ, അങ്ങയുടെ അപദാനങ്ങളിലൂടെ അല്ലാതെ ഈ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരില്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തുകളാണ് ആധാരമായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വലാത്തിലൂടെ നീ വിജയം നൽകണേ അല്ലാഹ്.
ഞങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ വിജയ കവാടങ്ങൾ തുറക്കാൻ സ്വലാത്തിന്റെ താക്കോലുകൾ കൊണ്ട് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ ഖൽബുകൾ മദീനയിലേക്ക് കടന്നു വരട്ടെ, ചിന്തകൾ മദീനയിലൂടെ പറന്നു നടക്കട്ടെ, ഓർമ്മകൾ ആ പരിശുദ്ധമായ ത്വയ്ബയുടെ മണ്ണിൽ ആ വിശുദ്ധമായ ത്വയ്ബയുടെ കുളിർക്കാറ്റിൽ ലയിച്ചു പോവട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പവിത്രമായ സുഗന്ധ പരിമളം നമ്മുടെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കട്ടെ. ആ മദീനയിലെ പച്ചക്കുപ്പയെ ചുറ്റി കടന്നു വരുന്ന കർപ്പൂര കുളിർക്കാറ്റ് നമ്മുടെ ആത്മാവുകളെ തഴുകിത്തലോടട്ടെ. أم هبت الريح من تلقاء كاظمتي وأومض البرق في ظلماء من عظمي جل مولاي ഒന്നുകൂടെ ശബ്ദത്തിൽ ഒന്ന് ചൊല്ലിയ മൗലായ സ്വല്ലി വസല്ലം അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഒന്നുമില്ലെങ്കിലും നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ചോദിക്കുകയാണ്, നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു, നീ എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് മുത്തുനബി തങ്ങൾ നമ്മോട് ചോദിക്കുമ്പോ നമുക്ക് ഇതെങ്കിലും പറഞ്ഞുകൂടെ നബിയെ? അങ്ങയെ പറ്റി പറയാൻ വേണ്ടി മാത്രം, അങ്ങയുടെ സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടി മാത്രം, അങ്ങയുടെ മദ്ഹ് പറയാൻ വേണ്ടി മാത്രം, അങ്ങയുടെ മദീന മനസ്സിൽ കണ്ടിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് യാ റസൂലല്ലാഹ് എന്നെങ്കിലും നമുക്ക് പറഞ്ഞുകൂടെ? അത്തരം മജ്‌ലിസുകളുടെ കൂട്ടത്തിൽ ഈ സദസ്സിനെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങൾ, ജീവിതത്തിന്റെ വിജയവാതിലുകൾ തുറക്കപ്പെടാൻ ഈ മജ്‌ലിസ് കാരണമാക്കണേ അല്ലാഹ്. കോഴിക്കോട് ജില്ലയിൽ ഇതുപോലെ ഒരു മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ ആ മജ്‌ലിസ് കഴിഞ്ഞു തിരിച്ചു പോവാ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ ഒരു സംഗതി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ മജ്‌ലിസിൽ ഇങ്ങനെ ഇരുന്നിട്ട് മുത്തുനബി തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ പറയുമ്പോൾ, ഹബീബിന്റെ മദ്ഹുകൾ നിറച്ചു വെച്ച ആ ബൈത്തുകൾ ഇങ്ങനെ പാടുമ്പോൾ, മദ്ഹിന്റെ പാട്ടുകൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ, സ്വലാത്തുകൾ ഇങ്ങനെ അണമുറിയാതെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളുമായി നിറയെ മനസ്സിൽ നിറയെ മദീനയുമായി മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലുമ്പോൾ, ആ മജ്‌ലിസിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സുഗന്ധം ഇങ്ങനെ അതിലൂടെ അടിച്ചു വീശുന്നത് അനുഭവിക്കാൻ കഴിഞ്ഞു. അതിൽ അത്ഭുതമില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര്, എണ്ണമറ്റ മലക്കുകൾ ഇറങ്ങി വരുന്ന ഈ മജ്‌ലിസിൽ അങ്ങനെ ഒരു സുഗന്ധം ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതിൽ ഒരത്ഭുതവുമില്ല. അല്ലാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. അർശിനുള്ളിവായ ലൗഹും ഖലമും കുർസിയുമെല്ലാം പ്രഭാപൂരിതമായ വെളിച്ചത്തിന്റെ ഉറവിടമായ തിരുദൂതരേ യാ റസൂലല്ലാഹ്, ആർക്കു വേണ്ടിയാണ് ഇരു ലോകത്തെയും ആത്മീയമായ സദസ്സുകൾ അലങ്കരിക്കപ്പെട്ടത്? ആർക്കു വേണ്ടിയാണ് സ്വർഗ്ഗം അണിയിച്ചൊരുക്കപ്പെട്ടത്? ഏതൊരു മഹത്തായ പ്രവാചകന്റെ സ്ഥാനത്തിനു വേണ്ടിയാണ് ആകാശഭൂമികൾ പ്രഭാപൂരിതമായത്. അത് ഞങ്ങളുടെ തിരുപ്രവാചകരായ ഹാഷിമിയും മുത്തലിബിയും മക്കിയും മദനിയും യഥരിബിയും സംസമിയുമായ സാഹിബുൻ നസിഹൈനിയായ ജദ്ദുസ് സബീഹൈനിയായ ഇബ്നു ദബീഹൈനിയായ ഇമാമുൽ ഖിബ്ലതൈനിയായ ഇമാമുൽ ഹറമൈൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് അഹ്മദാൻ, ഇത് മുഹമ്മദാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഖാതിമുർ റസൂലാൻ, ഇത് ഖാതമുൻ നബിയ്യിനാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മഖ്ദൂമാൻ, ഇത് മുറബ്ബിയാൻ, ഇത് സർവരുടെയും രക്ഷിതാവായ മുഹമ്മദ് മുസ്തഫയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്.
ആകാശഭൂമികൾ പടക്കുന്നതിന്റെ മുമ്പ് തന്നെ ആ തിരുപ്രവാചകരെ ലോകത്തിന്റെ അനുഗ്രഹമായി അല്ലാഹു നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഇത് റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ഇത് അർശിന്റെയും മുകളിലുള്ള അല്ലാഹുവിന്റെ സ്ഥാനം നൽകപ്പെട്ട പടച്ചവന്റെ ഏറ്റവും മഹത്തായ അടിമയാണ്. ഈ ഹബീബിന്റെ സിംഹാസനം അർശിനരികിലാണ്. ഈ ഹബീബിന്റെ മഹത്വം സർവ്വമഹത്വങ്ങളുടെയും മുകളിലാണ്. അങ്ങയുടെ തിരുവസ്ത്രം അല്ലാഹുവിന്റെ വഹ്യാണ്. അങ്ങയുടെ കിരീടം വിശുദ്ധ ഖുർആനാണ്. സർവ്വ കലാമുകളുടെയും രാജാവായി പരിശുദ്ധ ഖുർആൻ അങ്ങയുടെ കിരീടമാണ്. അങ്ങൊരു യാഥാർത്ഥ്യമാണെങ്കിൽ ഞാൻ വെറുമൊരു തോന്നൽ മാത്രമാണ്. അങ്ങൊരു വെളിച്ചമാണെങ്കിൽ ഞാനൊരു നിഴൽ മാത്രമാണ്. അങ്ങ് സമൃദ്ധിയുടെ മഹാസമുദ്രമാണെങ്കിൽ ആ സമുദ്രത്തിൽ നിന്നൊരിറ്റുദാഹ ജലത്തിനു വേണ്ടി ദാഹാർത്തനായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു സാധുവായ അടിമ മാത്രമാണു ഞാൻ. എന്റെ വീട് ഈ വെറും മണ്ണിലാണെങ്കിൽ അങ്ങയുടെ കൊട്ടാരം സിദ്റത്തുൽ മുൻതഹായുടെയും അങ്ങ് അകലെയാണ് യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ കുടിയിരുത്താൻ ഒരു ഖൽബും അല്ലാഹുവിന് വേണ്ട. ആ മുത്തുനബിയുടെ കയ്യൊപ്പ് ചാർത്താത്ത ഒരു ആരാധനയുമില്ല. ആ ഹബീബിനെ ഓർക്കാത്ത ഒരു ഹൃദയവും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. ആ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു നാവും അല്ലാഹുവിന് വേണ്ട. ആ ഹബീബിനെ സ്വീകരിക്കാൻ ഒരു ജീവിതവും വിജയിക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സുന്ദരമായ മജ്ലിസാണിത്. അല്ലാഹു ഈ മജ്ലിസിന്റെ ദുആ സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇനി നമ്മൾ മനസ്സുകൊണ്ട് മദീനയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. നമ്മളിപ്പോൾ ഒരുപാട് മുത്തുനബി തങ്ങളെ പറ്റി കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു പദം വന്ന സമയമാണ്. ഇനി ദുനിയാവിന്റെ ചിന്തകളെല്ലാം നമ്മൾ ഒരല്പസമയത്തേക്ക് മറന്നു കളഞ്ഞ് ഹൃദയം കൊണ്ട് മദീനയിലേക്ക് ഒരു തീർത്ഥാടനം നമ്മൾ നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ദൂരെയുള്ള ആളുകളൊക്കെ ഒന്ന് സദസ്സിലേക്ക് കടന്നു വന്നിരുന്നാൽ സന്തോഷമായി അറിയിക്കുകയാണ്. നമ്മളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് പരമാവധി മുന്നോട്ട് വന്ന് ഇനി ഒരു സദസ്സല്ല, ഇനി നമ്മളൊരു സംഘമായി ഒരു കാഫിലയായി നമ്മളിങ്ങനെ മദീനത്തേക്ക് ഒരു യാത്ര പോവാം. ഇത് ശരീരം കൊണ്ടല്ല, ആത്മാവ് കൊണ്ടാണ്, മനസ്സുകൊണ്ടാണ്. കണ്ണടച്ചു നിൽക്കുമ്പോ കൺമുമ്പിൽ മദീന കണ്ട് നിറഞ്ഞു തുളുമ്പുന്ന നയനങ്ങളോടെ തിരുഹബീബിന്റെ സവിധത്തിലാണ് നിൽക്കുന്നത് എന്ന പൂർണ്ണമായ ബോധ്യത്തോടെ സ്വലാത്തും സലാമും ചൊല്ലി ഹൃദയത്തെ കണ്ണുനീരുകൊണ്ട് കഴുകി ഈ രാത്രിയിൽ നമുക്ക് തിരിച്ചു പോവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ വല്ലാത്തൊരു അനുഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.